കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തൂമാനമേ. ചങ്ങന്മാരെ, ഞാനിന്ന് എത്തിയിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ പൂക്കളത്തൂർ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിബിയാനി എന്ന് പറയുന്ന ഒരു കുഞ്ഞു കലാകാരൻ്റെ കിടിലൻ പാട്ടുകളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. മാപ്പിളപ്പാട്ടുകൾ, അതുപോലെ മധു ഗാനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പാടാൻ കഴിയുന്ന സിബിയാൻ നമ്മളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും സിബിയാൻ്റെ കൊച്ചു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം കേട്ടോ. അഹമ്മദ് സിബിയാൻ. അത് സിബിയാനല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പൂക്കളത്തൂർ സ്കൂളിലെ. ഏത് പാട്ടാണ് മോൻ്റെ വാറലൈന്? കാണാൻ പറ്റാത്ത. ആ പാട്ടൊന്ന് പാടിയാണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മോനാ സ്റ്റാർട്ട് ചെയ്യാം പാട്ടിലൊന്ന്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കൽപ്പിച്ചുറപ്പെനിക്കേകിയ മലർമുട്ടേ, കൽവിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ്. കൽപ്പിച്ചുറപ്പെനിക്കേകിയ മലർമുട്ടേ, കൽവിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. ഈ പാട്ട് ഇനി വൈറലായതല്ലേ? ഇതിന് ആരൊക്കെ കമൻറ്റ് ചെയ്തിന്? വലിയ വലിയ ആൾക്കാരെ കമൻറ്റ് ചെയ്തിനോ? ആരൊക്കെയായിരുന്നു? ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ആ പാട്ടിലൂടെയാണ് മോനി വൈറലാവുന്നത് കേട്ടോ. അടുത്ത് മധു ഗാനങ്ങൾ, മാപ്പിള പാട്ടൊക്കെ പാടുന്നു പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഏത് പാട്ടാണ് ഇനി പാടാൻ പോകുന്നത് മോന്? ഞാൻ ജില്ലയിൽ പാടിയ മാപ്പിള പാട്ട്. ജില്ലയിൽ മാപ്പിള, അത് ഫസ്റ്റ് കിട്ടിയ പാട്ടാണോ മോന്? അത് ഏകരേടാ. സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ പാട്ട് വേറെ ഉണ്ടല്ലേ? ഓക്കെ, ഏതായാലും ആ പാട്ടൊന്ന് പാടും മോനെ. കവിപ്പുകളെ തുടർ കവീശൽ പല പേരും ബദരാമതിമികൾ അരുൾ പതിയെതിർച്ചമരാം കതിർമയിൽ വിട്ടുതടുപ്പതും ചൊട്ടി ചൊട്ടിയോടെ കെട്ടി സെൽവഹറാമെ തുവിധം സുഗന്ധമേ പിശുരാ. നടുചാട്ട് ചുരുട്ടുകളോശകളും അകവലിപ്പും ശുഹ്റാത്താളം കേൾപ്പതും ഫിഖറാ. കവി ചിന്തുകൾ കമ്പികൾ കമ്പമി നീതി നീതി മീതി മീതി വിണ്ട് പൊങ്കവരാ മർഹുമ വൈദ്യരുണ്ടവരാ. അടിപൊളിയായിട്ടുണ്ട് ഈ പാട്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെ സുഹൃബത്തു സാക്കിയാർ അലി അതിൻ്റെ ഒരു ചെറിയ ട്യൂണിലുള്ള പാട്ടാണോ? ഓക്കെ. ഇത് മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് ഓണംകരാറെ കൊണ്ട് എഴുതിയ ഗാനമാണല്ലേ? പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു മോനെ? സംഗീതം പഠിക്കാം അങ്ങനെ. അങ്ങനെ അപ്പോൾ 1.5 മാസമായിട്ട് പോകുന്നുണ്ടല്ലേ? അപ്പോൾ എന്നിട്ടാണ് പാട്ടൊക്കെ പാടൽ തുടങ്ങി മോനെ? ഉമ്മ ഇപ്പം പറയണേ, എനിക്കൊരു 3-4 വയസ്സാകുമ്പോൾ പാട്ട് പാടുന്നുണ്ട്. ചെറുതായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടലുണ്ടായിരുന്നു എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടല്ലേ? പിന്നെ മെയിനായിട്ട് പാടി തുടങ്ങിയപ്പോൾ എന്നാ തൊട്ടാ? 4ാം ക്ലാസ് തൊട്ട്. അന്ന് കീശ്ശേരി സബ് ജില്ലയിൽ മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ്. അന്ന് കീശ്ശേരി എൻ്റെ നാടാട്ടോ കീശ്ശേരി. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് അടിച്ച് പോന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കീശ്ശേരിയുള്ള ഒരാളെന്നെ എന്നെ വീഡിയോ എടുക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഏത് പാട്ടാ പാടാലോ മോനെ? ഇനി ഞാൻ പാടാൻ പോകുന്നത് സാഹിത്യോത്സവിൽ സംസ്ഥാനതല സെക്കൻഡ് കിട്ടി ഉറുദു പദ്യം. ഒന്ന് പാടിക്കുന്നു. ഹം തോ ഹൈ പർദേശ് മേ ദേശ് മേ നിക്ലാ ഹോഗാ ചാർ. ഹം തോ ഹൈ പർദേശ് മേ देश में निकला होगा चार. अपनी रात के छत पर कितना तन्हा होगा चांद हो. हम तो है परदेश
സാഹിത്യോത്സവത്തിൽ ഈ പാട്ട് പാടിയിരുന്നില്ലേ? ഉറുദു ഗാനം അല്ലേ? ആ ഉറുദു പദ്യം. ഉറുദു പദ്യം അതിൽ സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ SSFന്റെ സാഹിത്യോത്സവത്തിൽ അതുപോലെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏതൊക്കെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഇപ്പോൾ പങ്കെടുത്ത് ഏകദേശം? പിന്നെ വേറെ ഗാനം അതെവിടുന്നായിരുന്നു പാടിയിരുന്നത്? വടക്കാങ്ങര. എന്ത് പ്രോഗ്രാമായിരുന്നു അത്? കിഡ്സ് ഫെസ്റ്റ്, ഈ KG കുട്ടികളുടെ കിഡ്സ് ഫെസ്റ്റ്. അതിലാണ് ആ പാട്ട് പാടിയല്ലേ? ആ പാട്ടാണ് അങ്ങനെ കത്തിക്കേറിപ്പോയത് അല്ലേ? ആദ്യമായിട്ടാണ് അങ്ങനെ പോയത്. പാട്ട് വൈറലായത് അല്ലേ? സന്തോഷമായില്ലേ ആ പാട്ട് വൈറലായപ്പോൾ? എല്ലാവരും അറിയപ്പെട്ടോ സ്കൂളിലൊക്കെ? എന്നാലേ മോനിനി ഏത് പാട്ടാ പാടാൻ പോണ്? ഒരു മധുഗാനം പഠിക്കണം. മക്ക മണ്ണിൽ വിരിഞ്ഞുള്ള പുൻതാരമേ, ദിക്ക് തോറും മഹൽസ്ഥാന മഹബൂബരെ, ഉമ്മ ആമീന ഉമ്മാക്ക് ആനന്ദമേ, ഉപ്പ അബ്ദുല്ല ബാപ്പാക്ക് സൗഭാഗ്യമേ. മക്ക മണ്ണിൽ വിരിഞ്ഞുള്ള പുൻതാരമേ, ദിക്ക് തോറും മഹൽസ്ഥാന മഹബൂബരെ, ഉമ്മ ആമീന ഉമ്മാക്ക് ആനന്ദമേ, ഉപ്പ അബ്ദുല്ല ബാപ്പാക്ക് സൗഭാഗ്യമേ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിലെ പ്രോഗ്രാമിലൊക്കെ പാടുന്നുണ്ടല്ലോ അപ്പോൾ? വീട്ടിലെങ്ങനെയാണ് പാട്ട് പാടുന്നതിനൊക്കെ നല്ല സപ്പോർട്ടുണ്ടോ? ഉമ്മയും ഉപ്പയൊക്കെ ആരാന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നത്? ഉപ്പയാണ് പാട്ട് പഠിക്കാനൊക്കെ പറഞ്ഞ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിനി ഏത് പാട്ടാണ് ഇനി പാടാൻ പറ്റുള്ളൂ? മാപ്പിള പാട്ടോ ഏതെങ്കിലും ഒന്ന് പാടിക്കോ. മാപ്പിള പാട്ടോ സിനിമാ പാട്ടോ ഏത് പാട്ടോ? എനിക്ക് സിനിമാ ഗാനം. ഏതാ പാടുന്നത്? ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവാ ഒഴുകാൻ ഉയരാ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ മോനെ. ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? സിനിമാഗാനൊക്കെ മ്യൂസിക് ക്ലാസ് പഠിച്ചാലേ? അവിടെ ഇങ്ങനത്തെ അതുപോലെ സംഗീതമുള്ള നല്ല സൗണ്ടുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ട് അല്ലേ? അപ്പോൾ മോനിനി സ്റ്റേജിലൊക്കെ വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ പോയി പാടാനൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട് അല്ലേ? പേടിയുണ്ട്. പേടിയൊക്കെ മാറും. ഞാനപ്പോൾ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്റ്റേജുകളിലൊക്കെ പാടുമ്പോഴൊക്കെ പേടികളൊക്കെ മാറിപ്പോട്ടോ മോനെ. അതൊക്കെ റെഡിയാവും. ഇനി നമുക്ക് വേണ്ട ഒരു അടുത്ത ഗാനം കൂടി പാടണം. ഒന്നെങ്കിൽ മാപ്പിളപ്പാട്ട് മധുഗാനം ഏതായാലും വേണ്ടില്ല. ഏതാ പാടുന്നത്? ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് പാടാൻ കഴിയുമോ? അത് ഏതായാലും മതി. അതുണ്ടേ പാടി. സുഹറബത്ത് അറിയോ? സന്തോഷപ്പുന്തുൾ ചന്തം മുന്തിന സുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ കസുറ അഹമ്മദ് പുണന്റെ സുഗന്ധ വല്ലി മേഘന്റെ പുകന്റെ കനി പാരം തന്നെ വെക്കുമ്പോൾ ഫാത്തിമത്ത് സുഹറ വെച്ച മുലക്ഷണം വെച്ചൊരു റോജ മിക മികത്തി ഗതി കസഗ്യാലി ഹോ ജാത്തരുൾ കരുൾ ബുഷറ നബിതൻ പൊരുൾ മകൾ സുഹറ. ഒരു രക്ഷയില്ലട്ടോ മോനെ. പാട്ട് സൂപ്പറായിട്ടുണ്ട്. അല്ല, ഏത് പാട്ടാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? മാപ്പിള പാട്ടാണോ മധുഗാനാണോ? ഇതിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? അപ്പോൾ എല്ലാം എല്ലാം അല്ലേ? അപ്പോൾ ഒരു പാട്ടും കൂടി പാടിയിട്ട് നമ്മളെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഏതാ പാടാൻ പോകുന്നത്? അത് പഴയ പാട്ടാ. പഴയ പാട്ട്. കാളപൂട്ടിൻ്റെ അതിശയം പലരുമെ പറഞ്ഞ പൂതി, എൻ്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നണഞ്ഞ ചേതി. കാളപൂട്ടിൻ്റെ അതിശയം പലരും പറഞ്ഞ പൂതി, എൻ്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നണഞ്ഞ ചേതി. ഫുള്ളായിട്ട് പാടാൻ പറ്റേ? ഫുള്ളായിട്ട് ഈ ലൊക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക്? ഇത് ഇവിടെ
പുൽപ്പറ്റ ചീതയിടത്ത് നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ എന്നാണ് ഞങ്ങളിപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല പാടവും മറ്റൊക്കെ ആയിട്ടുള്ള നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇവരാണ് ഈ ലൊക്കേഷൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും മോനെ ലാസ്റ്റായിട്ട് ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് ഈ വീഡിയോ അടച്ച് അവസാനിപ്പിക്കാം. ഏതും പാടിക്കും മോനെ? അത് പാടിക്കും. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൂചത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീന തുളിരാജാത്തേ ഇശുക്കടലിൻ്റെ മൂസപോട്ടി അറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസുഫ് നബി നിറഞ്ഞല്ലോ മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീന തുളിരാജാത്തേ. സൂപ്പറായിട്ടുണ്ടോ മോനെ? അപ്പോൾ എന്തായാലും മോന് ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ ഈ പട്ടുറുമാൽ ഇങ്ങനത്തെ ഒരുപാട് ചാനലുകളിലൊക്കെ അങ്ങനെയൊക്കെ പങ്കെടുക്കാനൊക്കെ താല്പര്യമുണ്ടോ? ഏതിലാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളത്? ഏത് ചാനലിലെ പ്രോഗ്രാമിലാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളത്? അങ്ങനെ വെച്ചാൽ ഇല്ല, പക്ഷേ കിട്ടിയാൽ പോകണമെന്നുണ്ട് അല്ലേ? എന്തായാലും പോകണമെന്നുണ്ട് അല്ലേ? എന്തായാലും ഏതെങ്കിലും ഒരു സ്റ്റേജെങ്കിലും വേദി പങ്കിടാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ടല്ലോ മോനെ. അപ്പോൾ എന്തായാലും മോനെ സിബിയാൻ്റെ 9ാം ക്ലാസ് പൂക്കുളത്തൂർ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള സിബിയാൻ്റെ മാപ്പിളപ്പാട്ട് മധുഗാനം സിനിമാ ഗാനങ്ങളാണ് നിങ്ങളിതുവരെ കേട്ടിട്ടുള്ളത്. എന്തായാലും മോനെ ഭാവിയിൽ വലിയ ഉയർച്ചയും വലിയൊരു പാട്ടുകാരനുമായി അറിയപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കൊച്ചു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ്. അങ്ങനെ ബൈ ബൈ.